ത്തിന് സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നമുക്ക് തരുന്ന എല്ലാ ഉപകാരങ്ങൾക്കായിട്ടും ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കും നമുക്ക് എന്ത് പകരം കൊടുക്കാൻ പറ്റും? രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമ്മൾ അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ചായിരുന്നല്ലോ ചിന്തിച്ചു കൊണ്ടിരുന്നത്. എൻഡ് ടൈംസ്. ആദ്യം നമ്മൾ തുടങ്ങിയത് ഏപ്രിൽ 26 തുടങ്ങിയത്. ആദ്യം നമ്മൾ നോക്കിയത് സൈൻസ് ഓഫ് ദി എൻഡ് ടൈംസ്, അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങൾ. പിന്നെ നമ്മൾ നോക്കി കർത്താവിൻ്റെ മടങ്ങിവരവ്, രണ്ടാം വരവ് എന്തുകൊണ്ട് താമസിക്കുന്നു. പിന്നെ നമ്മൾ നോക്കിയത് ഒരുങ്ങുക, കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക, പുതിയ ആകാശം, പുതിയ ഭൂമി. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത് അന്ത്യകാല ന്യായവിധി. അന്ത്യകാല ന്യായവിധി. ഇതിനെക്കുറിച്ച് ഞാനൊരു AI ചാറ്റ് ബോക്സിനകത്ത് അതിൻ്റെ കുറേ ഡീറ്റെയിൽ ഞാൻ ചോദിച്ചപ്പം അവരെനിക്ക് തന്ന മറുപടി വി ഡോണ്ട് ഡിസ്കസ് ദിസ് എന്ന് പറഞ്ഞാൽ, അന്ത്യകാല ന്യായവിധിയെക്കുറിച്ച് പറയുമ്പം പലപ്പോഴും അൺകംഫർട്ടബിൾ ആകും, അവർക്ക് അസ്വസ്ഥരാകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ആഴ്ച എപ്പോഴെങ്കിലും കഴിഞ്ഞ മാസം എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചോ, കർത്താവേ എനിക്കെതിരെ ചെയ്ത ഓരോ വിഷയങ്ങൾക്കും എന്താണ് ഒരു പ്രതിവിധി? എപ്പോഴാണ് ദൈവം അതിനൊരു മറുപടി നൽകുന്നത്? എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചോ? അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് വേറെ ആരെങ്കിലും ചിന്തിക്കാനിടയായോ? കർത്താവേ ഇന്ന സഹോദരി ഇന്ന സഹോദരൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്നാണ് കർത്താവേ ദൈവം ഒരു പ്രതിവിധി നൽകുന്നത് എന്ന് ചിന്തിക്കാനിടയായിത്തീർന്നു. നമ്മൾ എബ്രായ ലേഖനം 9:27-28 വാക്യം, എബ്രായ ലേഖനം 9:27-28 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അപ്പോൾ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് ദൈവം നിയമിച്ചിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ പല പുസ്തകങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട്, ന്യായവിധിയെക്കുറിച്ച് വായിക്കുന്നു. ഒരു ഓർഡർ നമ്മൾ കാണുന്നു: മരണം, പിന്നെ ന്യായവിധി. അതിനായി എന്ത് ചെയ്യുന്നു? കർത്താവായ യേശുക്രിസ്തു ആദ്യം വന്നതുപോലല്ല, രണ്ടാമത് വരുന്നത് ന്യായവിധിക്കായിട്ട് കർത്താവായ യേശുക്രിസ്തു വരുന്നു. അപ്പോൾ മനസ്സിലായി, ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. എന്താണ്? ഒരു ന്യായവിധി ഉണ്ട്. ആരാണ് ന്യായകർത്താവ്? ആരാണ് ന്യായം വിധിക്കുന്നവൻ? നമ്മൾ ആരെങ്കിലും ആണോ? നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആണോ? അല്ല. ബൈബിളിൽ വായിക്കുന്നു, യേശുക്രിസ്തുവാണ് ന്യായാധിപൻ. യേശുക്രിസ്തുവാണ് ന്യായാധിപൻ. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 22, 27, 30 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഈ ന്യായകർത്താവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 22, 27, 30 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാനിത് വായിച്ചോളട്ടെ. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ന്യായവിധിയുണ്ട്. ആരാണ് ന്യായം വിധിക്കുന്നത്? പുത്രന് കൊടുത്തിരിക്കുന്നു. 27-ാം വാക്യം: അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. അപ്പോൾ പുത്രൻ ന്യായവിധി നടത്തുന്നു. അതിനുള്ള അധികാരം ആർക്ക് കൊടുത്തിരിക്കുന്നു? പുത്രന് കൊടുത്തിരിക്കുന്നു. 30-ാം വാക്യത്തിൽ യോഹന്നാൻ 5:30 ഇങ്ങനെ വായിക്കുന്നു: എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എൻ്റെ വിധി നീതിയുള്ളത്
ആകുന്നു. അപ്പോൾ ആരാണ് ന്യായം വിധിക്കുന്നവൻ? കർത്താവ് യേശുക്രിസ്തു ന്യായം വിധിക്കും. അതിനുള്ള അധികാരവും ആര് കൊടുത്തിരിക്കുന്നു? പിതാവായ ദൈവം കൊടുത്തിരിക്കുന്നു. എന്നാൽ സ്വന്തം ഇഷ്ടത്തിനല്ല ന്യായം വിധിക്കുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ന്യായം വിധിക്കുന്നു. അതുകൊണ്ട് ആ ന്യായം എന്താണ്? ന്യായവിധി എന്താണ്? നീതിയുള്ളതാണ്. നമ്മൾ നീതി തേടി പലയിടത്തും പോകാറുണ്ട് അല്ലേ? ചിലവരൊക്കെ നമ്മൾ കോടതികളിൽ സമീപിക്കാറുണ്ട്. അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട കൗൺസിലർമാർ, അങ്ങനെയുള്ള ദേശത്തുള്ള ചില അധീപന്മാർ, ന്യായകർത്താക്കളുടെ ഇടയിലൊക്കെ നമ്മൾ എന്തു ചെയ്യും? നീതി തേടി പോകും. എന്നാൽ മനുഷ്യനീതി എന്താണ്? അല്പം പണം കൊണ്ടും അല്പം സ്വാധീനം കൊണ്ടും ഇല്ലേ? മനുഷ്യനീതിയല്ല എന്ത് ചെയ്തു? തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വരുന്നത് നമുക്കറിയാം. നമ്മളാണേലും അങ്ങനല്ലേ? നമ്മളാണേലും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളെപ്പോലുള്ളവരാണ് ന്യായകർത്താക്കന്മാരായിരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു ന്യായാധിപതി എന്ന് പറയുമ്പോൾ യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവാണ്. അപ്പോൾ എന്താണ്? സ്നേഹമുള്ള കർത്താവ്. പാപമൊഴികെ നമ്മളോട് സമനാണ്. അപ്പോഴെന്താണ്? യേശു വിശുദ്ധനാണ്. അപ്പോൾ സ്നേഹമുള്ള വിശുദ്ധനായ നീതിയുള്ള ന്യായാധിപതിയാണ് നമുക്ക് വേണ്ടി ന്യായകർത്താവായിരിക്കുന്നത്. അതുമാത്രമല്ല, തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു ഇന്നും നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ന്യായാധിപനായി ന്യായകർത്താവായി ഇരിക്കുന്ന വ്യക്തി ആരാണ്? എനിക്ക് വേണ്ടി മരിച്ച് എന്നോട് സ്നേഹമുള്ള വിശുദ്ധനായ, ഇന്നും എനിക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന, ഇന്നും എനിക്ക് വേണ്ടി, എനിക്ക് നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥത അടയ്ക്കുന്ന നീതിയുള്ള വിശുദ്ധനായ യേശുവാണ് എൻ്റെ ന്യായകർത്താവ്. നന്ദി പറയാമോ ദൈവത്തിന്? സ്തോത്രം. നമ്മളെ ന്യായം വിധിക്കുമ്പോൾ ഒരു പരിചയമില്ലാത്ത, അല്ലെങ്കിൽ വക്കീലിൻ്റെ വാദം കേട്ട് അതിനൊരു തീരുമാനമെടുക്കുന്ന ന്യായകർത്താവല്ല നമ്മുടെ ന്യായകർത്താവ്. മറിച്ച് എനിക്ക് വേണ്ടി മരിച്ച്, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ്, എന്നെ സ്നേഹിക്കുന്ന വിശുദ്ധനായ ഒരു മധ്യസ്ഥൻ ആണ് എന്നെ ന്യായം വിധിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, നമ്മൾ ആരെയും എന്ത് ചെയ്ത് ന്യായം വിധിക്കാൻ പോകരുത്. നമ്മൾ ആരെയും ന്യായം വിധിക്കാൻ പോകരുത്. അത് വ്യക്തമായിട്ട് നമുക്കറിയാം. ഈ മത്തായിയുടെ ഗിരിപ്രഭാഷണത്തിൽ, മത്തായിയുടെ സുവിശേഷം 7:1 പറയുന്നുണ്ട്, നമ്മൾ ആരെയും വിധിക്കരുത്. സ്തോത്രം. അതേപോലെ റോമാലേഖനം 14 അധ്യായത്തിൻ്റെ 10 വാക്യത്തിലും പറയുന്നു, നമ്മുടെ ന്യായകർത്താവ് കർത്താവാണ്, നമ്മൾ ആരെയും വിധിക്കരുത്. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 4 അധ്യായത്തിൻ്റെ 5 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അപ്പോൾ ആരാണ് ന്യായം വിധിക്കുന്നത്? കർത്താവാണ് ന്യായം വിധിക്കുന്നത്. നമ്മളെ ആ ന്യായം വിധിക്കാനുള്ള കർത്തവ്യം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. നമുക്ക് അഭിപ്രായങ്ങൾ നമ്മൾ പറയാം. നമ്മൾ എന്ത് ചെയ്യും? അഭിപ്രായങ്ങൾ പറയും. തെറ്റും ശരിയും നമുക്ക് കാണിച്ചു കൊടുക്കാം. പക്ഷെങ്കിൽ ആ ആളെ ന്യായം വിധിക്കാനുള്ള ജോലി നാം ഏറ്റെടുത്താൽ എന്ത് ചെയ്യും? നാം കർത്താവിനോട് പറയുകയാണ്, ഞാനിപ്പം കർത്താവാണെന്ന്. അല്ല, ന്യായം വിധിക്കാനുള്ളത് ന്യായകർത്താവ്, വിശുദ്ധനായ സ്നേഹമുള്ള, എനിക്ക് വേണ്ടി, എൻ്റെ സഹോദരന് വേണ്ടി, എൻ്റെ സഹോദരനെ ഞാൻ ന്യായം വിധിച്ചെന്നിരിക്കട്ടെ, എന്നെ സ്നേഹിക്കുന്നത് പോലെ എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നു. എനിക്ക് വേണ്ടി മരിച്ചതുപോലെ എൻ്റെ സഹോദരന് വേണ്ടി മരിച്ചു. എനിക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നത് പോലെ എൻ്റെ സഹോദരനും വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു. ആ കർത്താവിൻ്റെ സ്ഥാനത്താണ് ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി. അത് തീർത്തും തീർപ്പാണ്. ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി. ആരാണ് ന്യായകർത്താവ്? ക്രിസ്തുവാണ് ന്യായകർത്താവ്. അപ്പോൾ ആരെയാണ് ന്യായം വിധിക്കുന്നത്? ഇപ്പം ന്യായവിധി ഉണ്ടെന്ന് മനസ്സിലായി, ഒരു ന്യായകർത്താവ് ഉണ്ടെന്ന് മനസ്സിലായി. ആരാണ് ന്യായം വിധിക്കുന്നത്? ആരെയാണ് ന്യായം വിധിക്കുന്നത്? 2 കൂട്ടരെ ന്യായം വിധിക്കും.
2 കൂട്ടരെ ന്യായം വിധിക്കും. ഒന്ന്, കർത്താവിനെ അറിയുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ന്യായം വിധിക്കും. 2, യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരെയും ന്യായം വിധിക്കും. 2 പേരെ ന്യായം വിധിക്കും. ആരെയാണ് ന്യായം വിധിക്കുന്നത്? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയും യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരെയും ന്യായം വിധിക്കും. സ്തോത്രം. അവിടെ വ്യക്തമായി കാണുന്ന വാക്യങ്ങൾ മുമ്പേ നാം ഉദ്ധരിച്ച റോമാലേഖനം 14 അധ്യായത്തിൻ്റെ 10 വാക്യവും 2 കൊരിന്ത്യർ 5:10. ഈ 2 വാക്യങ്ങൾ റോമാലേഖനം 14 അധ്യായത്തിൻ്റെ 10 വാക്യത്തിലും 2 കൊരിന്ത്യർ 5:10 നാം വായിക്കുന്നു, നീതിമാന്മാരായ യേശുക്രിസ്തുവിനിൽ വിശ്വസിക്കുന്ന, യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെട്ട എല്ലാവർക്കും ഒരു ന്യായവിധിയുണ്ട്. ഇങ്ങനെ വായിക്കുന്നത്, എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. റോമയിലുള്ള ക്രിസ്ത്യാനികളോട് പറയുകയാണ്, നാം എല്ലാവരും എവിടെ നിൽക്കേണ്ടി വരും? ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ നിൽക്കേണ്ടി വരും. 2 കൊരിന്ത്യർ 5:10 ഇങ്ങനെ വായിക്കുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ നിൽക്കേണ്ടി വരും. അപ്പോൾ സഭയോടാണ്, സഭയിലുള്ള റോമയിലുള്ള വിശ്വാസികളോട്, കൊരിന്തിലുള്ള വിശ്വാസികളോട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നാം ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ നിൽക്കേണ്ടി വരും. ഇത് എഴുതിയത്, പുതിയ നിയമം എഴുതിയ മൂലഭാഷയായ ഗ്രീക്കിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 2 ഉപയോഗിച്ചിരിക്കുന്ന ഈ പദം, ന്യായാസനം എന്നുപയോഗിച്ചിരിക്കുന്ന പദം ഇവിടെ 2 മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. റെവലേഷനിൽ കാണുന്നത് വേറൊരു ഗ്രീക്ക് പദമാണ്, ബീമ എന്നുള്ള പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഉയർന്ന ഒരു പടി അല്ലെങ്കിൽ ന്യായാസനം, ഒരു ഉയർന്ന ഒരു പ്ലാറ്റ്ഫോം എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നാം എല്ലാവരും എന്ത് ചെയ്യും? ക്രിസ്തുവിൻ്റെ ബീമാ സീറ്റിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ആര്? യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച വിശ്വസിക്കുന്ന എല്ലാവർക്കും അങ്ങനെ നിൽക്കേണ്ടി വരും. നമ്മളെ എന്തിനാണ് ന്യായം വിധിക്കുന്നത്? യേശുവിനെ സ്വീകരിച്ചോ സ്വീകരിച്ചില്ലയോ എന്നുള്ള അടിസ്ഥാനത്തിലല്ല. യേശുവിനെ സ്വീകരിച്ച നമ്മൾ നമ്മുടെ പ്രവർത്തിക്കൊത്ത പ്രതിഫലം തരാൻ, പ്രവർത്തിക്കൊത്ത പ്രതിഫലം തരാൻ ആണ്. നാം ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രതിഫലം കിട്ടേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ എന്തു ചെയ്യും? നിൽക്കേണ്ടി വരും. സ്തോത്രം. അത് നമ്മൾ വായിച്ചല്ലോ, നമ്മൾ ചെയ്തതിന് നല്ലതായാലും തീയതായാലും. അതുമാത്രമല്ല, മത്തായി സുവിശേഷം 12 അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പോൾ നാം ചെയ്ത പ്രവർത്തിക്ക് മാത്രമല്ല, മറിച്ച് എന്താണ്? നാം പറയുന്ന ഏത് നിസാര വാക്കിനും നമ്മൾ കഴിഞ്ഞ ആഴ്ചയെ ദേഷ്യമൊക്കെ വന്നപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഓർത്തു നോക്കി. ഭർത്താവിനെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ കൂടെ ജോലി ചെയ്യുന്നവരെക്കുറിച്ചോ ചർച്ചിലുള്ളവരെക്കുറിച്ചോ അയൽവക്കക്കാരെക്കുറിച്ചോ എന്തൊക്കെയാണ് പറഞ്ഞേ? നാം പറയുന്ന ഏത് നിസാര വാക്കിനും നമ്മൾ എന്ത് ചെയ്യും? ന്യായവിധി ദിവസത്തിൽ നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നിന്റെ വാക്കിനാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. എന്നെക്കുറിച്ച് എൻ്റെ ഭർത്താവ് പറഞ്ഞതോ എൻ്റെ കുഞ്ഞു പറഞ്ഞതിനോ അനുസരിച്ചല്ല. അല്ലേ, ഇനി കൊച്ചുമക്കൾ വലുതാകുമ്പം എന്തെല്ലാം പറയില്ലേ? നമ്മളൊക്കെ പറഞ്ഞിട്ടില്ലേ നമ്മുടെ വല്യപ്പച്ചമാരെ വല്യമ്മച്ചമാരെ കുറിച്ച് പല കാര്യം നല്ലതും തീയതും ഒക്കെ. അതൊന്നും അടിസ്ഥാനപ്പെടുത്തിയല്ല, മറിച്ച് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ പറയുന്ന വാക്കുകൾ നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിനനുസരിച്ച് എന്താണ്? ദൈവം എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി മരിച്ച് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന നീതിയുള്ള വിശ്വസ്തനായ പാപമില്ലാത്ത യേശു എന്നെ കുറ്റം വിധിക്കും, എന്നെ ന്യായം. അപ്പോൾ നമ്മൾ എന്തിനാണ് വിശ്വാസികളായ ദൈവമക്കളെ
ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരുമ്പോൾ എന്തിനാണ്? രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് ചോദിക്കാനല്ല, മറിച്ച് എൻ്റെ പ്രവൃത്തിക്കും എൻ്റെ വാക്കിനും തക്ക പ്രതിഫലം എനിക്ക് നൽകാനായിട്ട്. നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല നാം രക്ഷിക്കപ്പെട്ടത്. ഒരിക്കലും നല്ല പ്രവൃത്തി ചെയ്ത് സ്വർഗത്തിൽ ചെല്ലാമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ പ്രവൃത്തി എന്തായിരിക്കണം? യേശുവിൻ്റെ മക്കൾ അനുസരിച്ച് ചെയ്യുന്ന പ്രവൃത്തി നാം ചെയ്യണം. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയത്തില്ലേ, എൻ്റെ മോനല്ലേ, നീ ഇന്ന പോലെ ചെയ്യണം. അതേപോലെ തന്നെ കർത്താവിൻ്റെ മക്കളായതുകൊണ്ട് നാം എന്ത് ചെയ്യുക? കർത്താവിന് ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്തോ ഇല്ലയോ, അതാണ് നമ്മളെ ന്യായം വിധിക്കുന്ന സമയത്ത് ദൈവം നമ്മളോട് ചോദിക്കുന്നത്. നമ്മുടെ വിശ്വസ്തതയെക്കുറിച്ച് ദൈവം നമ്മളോട് ചോദിക്കും. സ്തോത്രം. 2 പ്രമ കിട്ടിയവൻ 5 ദ്രഹ്മപ്പണം കിട്ടിയവൻ ഓർമ്മയുണ്ടോ? അവരോട് ചോദിച്ചു, ഈ 5 കൊണ്ട് നീ എന്താ ചെയ്തേ? ഈ 5 കൊണ്ട് നീ എന്താണ് ചെയ്തത്? നമുക്ക് കിട്ടിയ സമയം, നമുക്ക് കിട്ടിയ കഴിവുകൾ, നമുക്ക് കിട്ടിയ പണം, നമുക്ക് കിട്ടിയ സ്വാധീനം, നമുക്ക് കിട്ടിയ വീട്, അതുകൊണ്ട് എന്താ ചെയ്യുന്നേ? കർത്താവിനും കർത്താവിൻ്റെ വേലയ്ക്കും കർത്താവിൻ്റെ മക്കൾക്കും എന്തെങ്കിലും ഗുണമുണ്ടായോ? സ്തോത്രം. നമുക്കെല്ലാം വീടുകളൊക്കെ ഇഷ്ടമാണ്. എന്നാൽ കർത്താവിന് വേണ്ടി വീട് വിട്ട് ഒരു പടി ഇന്ന് നമ്മൾ ചെയ്തോ? ഞായറാഴ്ച ആരാധനയ്ക്ക് വന്ന കാര്യമല്ല, കഴിഞ്ഞൊരാഴ്ചയിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മുടെ വീട് വിട്ട് നമ്മളൊന്ന് ഇറങ്ങിയോ? നമുക്ക് തന്ന ആരോഗ്യം, കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസി പറയുമായിരുന്നു, നമ്മുടെ പ്രായത്തിലുള്ള എത്രയോ പേര് മരിച്ചുപോയി ഇല്ലേ? നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ ഇല്ലേ? എൻ്റെ പ്രായത്തിലല്ല, കൊച്ചുകുട്ടിയുടെ കാര്യത്തിലല്ല, എന്നാലും കൊച്ചുകുട്ടികളും യൗവനക്കാരും മരിക്കുന്നുണ്ട്. നമ്മുടെ പ്രായത്തിലുള്ള എത്രയോ പേര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. എഴുന്നേക്കാൻ വയ്യ. മറ്റുള്ളവരുടെ പരസഹായമില്ലാതെ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ നമുക്ക് ദൈവം എന്ത് ചെയ്തു? ബുദ്ധി തന്നു, ആരോഗ്യം തന്നു, ബലം തന്നു, പണം തന്നു. ഇവിടെ വരെ വരണമെങ്കിൽ പണം വേണ്ടേ? ആരോഗ്യം വേണ്ടേ? വാഹനം വേണ്ടേ? എല്ലാം ദൈവം ഒരുക്കി തന്നു. അതിനെല്ലാം എന്താണ്? വിശ്വസ്തരായി നാം കൈകാര്യം ചെയ്യുന്നുണ്ടോ? 24 മണിക്കൂർ ദൈവം എനിക്ക് തന്നു, 1 മണിക്കൂറെങ്കിലും കർത്താവിന് വേണ്ടി ഞാൻ കൊടുക്കുന്നുണ്ടോ? ദശാംശമാണ് 2.5 മണിക്കൂറാണ്, അതെങ്കിലും ഞാൻ കർത്താവിന് വേണ്ടി കൊടുക്കുന്നുണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവർ എൻ്റെ ഗിഫ്റ്റ്, എനിക്ക് ദൈവം തന്നിട്ടുള്ള കൃപാവരങ്ങൾ ജ്വലിപ്പിക്കാൻ. സ്തോത്രം. ഞാൻ കർത്താവിനുള്ള എൻ്റെ അനുസരണം. സ്തോത്രം. നമ്മളുടെ വിചാരങ്ങൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ഹിഡൻ മോട്ടീവ്സ് ക്രിസ്തു മുഖാന്തരം, യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ എന്ന് പറയും. മനുഷ്യരുടെ ഹൃദയ രഹസ്യങ്ങളെ ന്യായം വിധിക്കുന്ന ദൈവം. അപ്പോൾ നമ്മുടെ ദൈവമക്കളായ നമ്മളെ ന്യായം വിധിക്കുന്നത് തീപ്പൊയ്യിൽ തള്ളിയിടാനല്ല, മറിച്ച് എന്താണ്? പ്രതിഫലം തരാൻ, നമ്മുടെ പ്രവർത്തിക്കൊത്ത പ്രതിഫലം തരാനായിട്ട്. സ്തോത്രം. ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. വി ആർ നോട്ട് കണ്ടംഡ്. നമുക്കൊരു ശിക്ഷാവിധിയുമില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ പറയുന്നത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അനുസരിച്ച് വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് എന്താണ്? നിത്യജീവനുണ്ട്. നമുക്ക് ശിക്ഷാവിധിയില്ല. എന്നാൽ അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടക്കുന്നു. സ്തോത്രം. അപ്പോൾ ദൈവമക്കൾക്ക് എന്താണ്? ശിക്ഷാവിധിയില്ല, മറിച്ച് ന്യായവിസ്താരത്തിൽ ഭീമാ സീറ്റിന് മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? മകളെ, നിനക്ക് ഞാൻ 50 വർഷം 70 വർഷം 80 വർഷം തന്നില്ലേ? അതുകൊണ്ട് നീ എന്താണ് ഉപയോഗിച്ചത്? നിനക്ക് ആരോഗ്യം തന്നില്ലേ? ബുദ്ധി തന്നില്ലേ? കഴിവുകൾ തന്നില്ലേ? ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ ഗുണത്തിന് വേണ്ടി എന്താണ് നീ ഉപയോഗിച്ചത്? എങ്ങനെയാണ് നീ ഉപയോഗിച്ചത്? കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തതിൻ്റെ കണക്ക് ഈ വർഷം ഓഡിറ്റ് ചെയ്യാൻ പറ്റുമോ? കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തതിൻ്റെ കണക്ക് കഴിഞ്ഞ വർഷം തീർന്നു. ഈ വർഷത്തെ കണക്ക് ഈ വർഷം നമ്മൾ ടാക്സ് ഫയൽ ചെയ്യണം. അതുപോലെ എല്ലാ വർഷത്തെയും എല്ലാ ദിവസത്തിലെയും കണക്ക് ദൈവം നമ്മളോട് ചോദിക്കും. സ്തോത്രം. ഇവിടെ ചിലർക്കൊക്കെ പ്രതിഫലം തരും. പല രീതിയിലുള്ള ക്രൗൺ, കിരീടങ്ങളെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞു. പല രീതിയിലുള്ള കിരീടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ വായിക്കണം. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചുകൊള്ളട്ടെ. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം
ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, മറ്റൊരുത്തൻ മീതെ പണിയുന്നു. ഈ അടുത്ത വാക്യം നമ്മൾ ശ്രദ്ധിക്കണം. താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. എന്നാൽ ആ അടിസ്ഥാനത്തിന്മേൽ എന്താണ് പറയുന്നത്? ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെടും. എന്ന് വെളിപ്പെടും? ന്യായവിസ്താര ദിവസത്തിൽ വെളിപ്പെടും. ആ ദിവസം അത് തെളിവാകും. അത് തീയോട് വെട്ടുവരും. ഒരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. സ്തോത്രം. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ലുകൾ തീക്കകത്തിടുമ്പോൾ എന്ത് ചെയ്യും? അത് ശുദ്ധിയുള്ളതായിത്തീരും. എന്നാൽ മരം, പുല്ല്, വൈക്കോൽ എന്ത് ചെയ്യും? അത് വെന്തു പോകും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവൻ എന്ത് കിട്ടും? പ്രതിഫലം കിട്ടും. ഒരുത്തൻ ചെയ്യുന്ന പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ എന്ത് ലഭിക്കും? പ്രതിഫലം കിട്ടും. ഒരുത്തൻ പ്രവൃത്തി വെന്തുപോയാൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. അപ്പോൾ ദൈവമക്കളായ നാം സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്നല്ല പേടിക്കേണ്ടത്. മറിച്ച് എൻ്റെ പ്രവൃത്തി അന്നാളിൽ തീയിലൂടെ ശോധന ചെയ്യുമ്പോൾ നിലനിൽക്കുന്ന പ്രവൃത്തിയാണോ, അതോ പുല്ലും വൈക്കോലും മരം കൊണ്ട് പോലുള്ള പ്രവൃത്തിയാണോ? നമ്മളെ തന്നെ നമ്മൾ ശോധന ചെയ്യണം. ന്യായവിസ്താര ദിവസത്തിൽ നാം നിൽക്കുമ്പോൾ, നമ്മൾ ദൈവത്തോട് കണക്ക് ബോധിക്കുന്ന ദിവസത്തിൽ നമ്മുടെ കരങ്ങൾ എന്ത് ചെയ്യണം? ബലപ്പെട്ടിരിക്കണം. നമ്മുടെ കരങ്ങൾ നമ്മളോട് കരുണയുള്ള, നമ്മളോട് സ്നേഹമുള്ള, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മധ്യസ്ഥ കാണിക്കുന്ന ദൈവമാണ് നമ്മളെ ന്യായം വിധിക്കുന്നത്. പരിചയമില്ലാത്തടത്ത് ഒരാൾ ന്യായം വിധിക്കുവാണെങ്കിൽ നമുക്ക് വിഷമം തോന്നത്തില്ല. അതേസമയം എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ ദൈവം എന്നെ നോക്കി പറയുകയാണ്, മകളെ, നിൻ്റെ പ്രവൃത്തി വെന്തുപോയല്ലോ എന്ന് പറയുമ്പോൾ ഓർത്ത് നോക്കി, യേശുവിൻ്റെ മുഖത്തിലുള്ള വിഷമം എൻ്റെ ഹൃദയത്തിലോട്ട് വരുമ്പോൾ എനിക്ക് ആഴമായ വിഷമോ, അവിടെ കണ്ണുനീരില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, രോഗമില്ല. എന്നാൽ എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി വേണ്ടുവണ്ണം ഉപയോഗിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴോ ആഴമായ ദുഃഖം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. സ്തോത്രം. ഞങ്ങളുടെ വീട്ടിൽ സഹായത്തിന് നിന്ന ഒരു അമ്മാമ്മയുണ്ടായിരുന്നു. കുറച്ച് പേർക്കൊക്കെ അറിയാം. ശ്യാമളമ്മാമ എന്നായിരുന്നു പേര്. ശ്യാമളമ്മാമ 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അതേസമയം ബൈബിൾ വായിച്ചാണ് വായിക്കാൻ പഠിച്ചത്. എഴുതാൻ അറിയത്തില്ല, വായിക്കാൻ പഠിച്ചത്. ഒരു സമയമാകുമ്പം വീട്ടിലെ പണിയെല്ലാം കഴിയും. മേളിൽ പോയാൽ അമ്മാമ്മ ബൈബിൾ ഉറക്കെ വായിക്കും. ഉറക്കെ വായിക്കുന്നത് മാത്രമല്ല, ഉറക്കെ പ്രാർത്ഥിക്കും. ഒരു 4 വർഷത്തിന് മുമ്പേ ആ സഹോദരി മരിച്ചു പോയപ്പം ഞാൻ പറഞ്ഞു, മിക്കവാറും സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ വലിയ വീട് അമ്മാമ്മയ്ക്കായിരിക്കും. നമുക്ക് ഭവനം ഒരുക്കാൻ പോകുന്നെന്ന് പറഞ്ഞില്ലേ. ഞാനിവിടെ പ്രസംഗിച്ചും സ്റ്റേജിലും ഒക്കെ നിൽക്കുവാണ്. പക്ഷേ അമ്മാമ്മ അനേക മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അനേക ദൈവമക്കൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്തു. എൻ്റെ ഭവനത്തിൽ എൻ്റെ പപ്പായുടെ ഭവനത്തിൽ വളരെ നാൾ സഹായത്തിന് നിന്നൊരു സഹോദരിയാണ്. അനേക ദൈവദാസന്മാർക്ക് ചായ കൊടുത്തു, അനേക ദൈവദാസന്മാർക്ക് ആഹാരം വെച്ചു കൊടുത്തു, അനേക ദൈവദാസന്മാരുടെ കഴിച്ച പാത്രങ്ങൾ കഴുകി. പ്രതിഫലം വലുതായിരിക്കും. ഹൃദയം തണുപ്പിച്ച അല്ലേ, ചൂടത്ത് കയറി വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്ന, വയറ് നിറരുചിയോട് ആഹാരം കൊടുക്കുമ്പോൾ, ആ ദൈവദാസൻ്റെ ഹൃദയം തണുക്കുമ്പോൾ, ആ ദൈവദാസൻ നാളെ പോയി പ്രവർത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മനസ്സിനും ആത്മാവിനും ധൈര്യം വരുമ്പോൾ സ്വർഗം അതെല്ലാം എഴുതി വെക്കും. സ്തോത്രം. കിരീടങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അക്ഷയ കിരീടം, അത് നമ്മൾ വായിക്കുന്നത് 1 കൊരിന്ത്യർ 9:25 വാക്യത്തിലാണ്. അവിടെ നമ്മൾ കാണുന്നത്, ഈ കിരീടം പ്രാപിക്കുന്നവർ ആത്മനിയന്ത്രണവും വിശ്വസ്ത ജീവിതവും ഉള്ളവർക്കാണ് അക്ഷയ കിരീടം.
അടുത്തത് സന്തോഷത്തിൻ്റെ കിരീടം എന്നുള്ള കിരീടമുണ്ട് ദൈവമക്കൾക്ക്. അത് 1 തെസ്സലോനിക്കർ 2:19-20 സുവിശേഷ പ്രവർത്തനത്തിനും ശിഷ്യത്വത്തിനും ഉള്ള കിരീടമാണ് സന്തോഷത്തിൻ്റെ കിരീടം. അടുത്തൊരു കിരീടമുണ്ട്, നീതിയുടെ കിരീടം. അത് 2 തീമോഥെയോസ് 4:8 അത് ക്രിസ്തുവിൻ്റെ വരവിനായി കാത്തിരിക്കുന്ന എല്ലാവർക്കുമുള്ള കിരീടമാണ് നീതിയുടെ കിരീടം. അടുത്തത് ജീവൻ്റെ കിരീടം. വെളിപ്പാട് പുസ്തകം 2:10 അത് വായിക്കുന്നത്. അത് പരീക്ഷകളും പീഡകളും സഹിഷ്ണുതയോട് സഹിക്കുന്നവർക്കാണ് ജീവകിരീടം. അവസാനമായി ക്രൗൺ ഓഫ് ഗ്ലോറി, മഹത്വത്തിൻ്റെ കിരീടം. അത് വിശ്വസ്തരായ ഇടയ ശുശ്രൂഷ ചെയ്യുന്ന സഭകളിൽ നേതൃത്വമുള്ളവർക്കാണ് ക്രൗൺ ഓഫ് ഗ്ലോറി. സ്തോത്രം. നമുക്കിതൊന്ന് വിലയിരുത്തുമ്പോൾ ഏത് കിരീടമാണ് നമുക്ക് ലഭിക്കുന്നത്? എന്നാൽ ഈ കിരീടമെല്ലാം നമ്മൾ റെവലേഷൻ വെളിപ്പാട് പുസ്തകം 4:10-11 വായിക്കും. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഭാഗമാണ്. എല്ലാ മൂപ്പന്മാരും അവരുടെ കിരീടം താഴെ വെച്ചു. എന്നിട്ട് പറഞ്ഞു, കർത്താവേ, നീ മാത്രം മഹത്വത്തിനും മാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യൻ. സ്തോത്രം. എന്നാൽ ദൈവം നമുക്ക് കിരീടങ്ങളെ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കൊത്ത കിരീടം ദൈവം നമുക്ക് തരുമ്പോൾ അതെല്ലാം ദൈവസന്നിധിയിൽ വെച്ചിട്ട് പറയാം, കർത്താവേ, എല്ലാ മഹത്വത്തിനും എല്ലാ മാനത്തിനും എല്ലാ പുകഴ്ചയ്ക്കും അങ്ങ് മാത്രം യോഗ്യൻ. ഞങ്ങൾ ചെയ്തതല്ലാതെ ഞങ്ങളോട് നീ ഏൽപ്പിച്ചതല്ലാതെ ഒന്നും അധികമായി ചെയ്തില്ല. നീ ഞങ്ങൾ തന്നത് തിരിച്ചു തന്നേ ഉള്ളൂ. അല്ലാതെ ഞങ്ങളുടേതായിട്ട് ഒന്നും ദൈവത്തിന് തരാനില്ലായിരുന്നു. കർത്താവേ, എൻ്റെ ജീവനും എൻ്റെ ശ്വാസവും എൻ്റെ ആരോഗ്യം എൻ്റെ ബലവും എൻ്റെ കഴിവും എൻ്റെ പണവും എല്ലാം ദൈവം തന്നതാണല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ എന്തെങ്കിലും ചെയ്തെങ്കിൽ ചെയ്തു. അതെല്ലാം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി സമർപ്പിക്കുന്നു. സ്തോത്രം. അപ്പോൾ ന്യായവിധിയുണ്ട്, ന്യായാധിപനുണ്ട്, ദൈവമക്കൾക്ക് ന്യായവിധിയുണ്ട്. അത് മരിച്ചു കഴിഞ്ഞ് ന്യായവിധിയുണ്ട്. ആ ന്യായവിധിക്ക് ശേഷം നാം പോകുന്നത് പിതാവിനോടൊപ്പമുള്ള നിത്യമായ വാസസ്ഥലത്തോട്ടാണ്. നിത്യമായ വാസസ്ഥലം. സമയമില്ല, ക്ലോക്കില്ല. സ്തോത്രം. ദിവസങ്ങളില്ല, വർഷങ്ങളില്ല. നിത്യമായ വാസസ്ഥലം. സ്തോത്രം. രണ്ടാമത് ദൈവം ന്യായം വിധിക്കുന്നത് വെള്ള സിംഹാസനത്തിലുള്ള ന്യായവിധിയാണ്. വെള്ള സിംഹാസനത്തിലുള്ള ന്യായവിധി. ഇത് യേശുവിനു വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെടാത്ത, യേശുവിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടിയുള്ള ന്യായവിധിയാണ് വെള്ള സിംഹാസനത്തിലെ ന്യായവിധി. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ആ ബീമാ സീറ്റ് എന്നുള്ള ആ പദമല്ല ഈ റെവലേഷൻ 20:11 ഉപയോഗിക്കുന്നത്. ത്രോൺ എന്ന് തന്നെയാണ്. 2 പദമാണ്. അപ്പോൾ ദൈവമക്കളുടെ ന്യായവിധിയും ദൈവത്തിൽ വിശ്വസിക്കാത്ത ന്യായവിധിയും 2 സ്തോത്രം. ഇങ്ങനെ നമ്മൾ യോഹന്നാൻ ഇങ്ങനെ എഴുതുന്നു, 5-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു 28 ഇതിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളുള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം കേട്ടു. നന്മ ചെയ്തവൻ ജീവനായും തിന്മ ചെയ്യുന്നവൻ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. നന്മ ചെയ്തവൻ നീതിക്കായും തിന്മ ചെയ്യുന്നവൻ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. അപ്പോൾ നന്മ ചെയ്യുന്നവൻ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്യുന്നവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. അപ്പോൾ ദൈവത്തെ വിശ്വസിക്കാത്തവർക്കുള്ള ന്യായവിധി എന്താണ്? ശിക്ഷാവിധി എന്ന് പറയുന്നു. പിന്നെ അത് മാത്രമല്ല, അവർക്കുള്ളത് പുറകാലം നമ്മൾ കാണുമ്പോൾ തീ പൊയ്കയാണ് അവരുടെ അവസാനത്തെ ന്യായവിധി. സ്തോത്രം. ഇവിടെ നിങ്ങൾ പുറകാലെ റെവലേഷൻ 20 വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്ന് ഒന്ന് വായിക്കണം. നാം കാണുന്നത് സാത്താനെ 1000 വർഷം പൂട്ടിയിടും. അതിനുശേഷം ആ സമയത്ത് യേശുവും വിശുദ്ധന്മാരോടും ഒപ്പം വാഴും. അതിനുശേഷം നാം കാണുന്നു സാത്താനെ തീപ്പൊയ്കയിൽ തള്ളിയിടുന്നു. 11-ാം വാക്യത്തിലാണ് ദൈവത്തെ അറിയാത്തവരുടെ ന്യായവിധി നാം കാണുന്നത്. ഞാനൊന്ന് വായിച്ചുകൊള്ളട്ടെ. 11-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യം. ഞാൻ വലിയൊരു വെള്ള സിംഹാസനം, അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു.
പുസ്തകങ്ങൾ തുറന്നു. പുസ്തകമല്ല, പുസ്തകങ്ങൾ തുറന്നു. ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. അപ്പോൾ പുസ്തകങ്ങൾ, പിന്നെ ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തിക്കൊത്ത ന്യായവിധി ഉണ്ടായി. അപ്പോൾ ഇത് പറയുന്നത് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കുറിച്ചു വെക്കുന്ന ഒരു പുസ്തകമുണ്ട്. ഇപ്പോഴല്ലേ നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ടവർ അനുസരിച്ച്, ഓർമ്മയുണ്ടോ? കോവിഡ് സമയത്ത് ഓടിപ്പോയവരെയൊക്കെ പിടിക്കാൻ ടവർ അനുസരിച്ച് പോയവരൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇവിടെ ആശാപ്രവർത്തകരൊക്കെ നിൽപ്പുണ്ട്, അവർക്കറിയാം. നമ്മൾ ഈ ഫോൺ ലോകത്തിൽ എവിടെ ചെന്ന് ഉപയോഗിച്ചാലല്ല, ഇന്ത്യയിൽ എവിടെ ചെന്ന് ഉപയോഗിച്ചാലും ആ ടവർ പറയും ആനി ഇന്നടത്തുണ്ടത് അല്ലേ? ഭയങ്കര സാങ്കേതിക വിദ്യയാണല്ലേ, എവിടെ ചെന്നാലും അറിയാം. ലൊക്കേഷൻ ഇട്ട് പോയാൽ ഗൂഗിൾ പറയും, ഫോൺ വിളിച്ചില്ലേലും പറയും അവിടെ ഉണ്ടെന്ന് അല്ലേ? പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തനിക്കുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തനിക്കുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവൻ്റെ പ്രവർത്തികൾക്കടുത്ത വിധി ഉണ്ടായി. സ്തോത്രം. എന്താണ് വിധി? മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ദൈവമക്കൾക്ക് ന്യായവിധിയിൽ പ്രതിഫലം ലഭിച്ചു, നിത്യജീവനിലോട്ട് പോയി. ഇവിടെ ന്യായം വിധിച്ച ശേഷം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്നു. അതാണ് ശിക്ഷാവിധി. ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എന്നാൽ ക്രിസ്തുവേശുവിലില്ലാത്തവർക്ക് എന്തുണ്ട്? ശിക്ഷാവിധി ഉണ്ട്. സ്തോത്രം. അപ്പോൾ ദൈവമക്കളുടെയും ദൈവത്തിൽ വിശ്വസിക്കാത്തവരുടെയും തമ്മിലുള്ള ന്യായവിധിയുടെ വ്യത്യാസം മനസ്സിലായി എന്ന് ചിന്തിക്കുന്നു. ആരാണ് ന്യായകർത്താവ്? നീതിയുള്ള വിശുദ്ധനായി എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച യേശുവെന്ന നീതിയുള്ള വിശ്വസ്തനായ ന്യായാധിപതിയാണ്. സ്തോത്രം. രണ്ടാമത്തെ വരവ് താമസിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് രണ്ടാമത്തെ വരവ് താമസിക്കുന്നത്? ആരും നശിച്ചു പോകാതിരിക്കേണ്ടതിന്. ദൈവം എന്താണ്? ദൈവം രണ്ടാമത് മടങ്ങി വരാൻ വൈകുന്നു എന്ന് മാത്രം. നമ്മുടെ സഹോദരങ്ങളുടെ, നമ്മളെ അറിയാത്ത, ദൈവത്തെ അറിയാത്ത എത്രയോ സഹോദരങ്ങൾ എൻ്റെ ഭവനത്തിലും നമ്മുടെയൊക്കെ ഭവനങ്ങളിലുണ്ട്. അവരുടെയൊക്കെ വീണ്ടെടുപ്പിന് വേണ്ടി, മാനസാന്തരത്തിന് വേണ്ടി ദൈവം എന്താണ്? വെയിറ്റ് ചെയ്യുകയാണ്. ആ നാളിൽ ചെമ്മരിയാടിനെയും കോലാടിനെയും തമ്മിൽ തിരിക്കും. സ്തോത്രം. കാളയെയും പതിരിനെയും തമ്മിൽ തിരിക്കും. സ്തോത്രം. 10 കന്യകമാരുടെ കൂട്ടത്തിൽ ബുദ്ധിയുള്ള കന്യകയും ബുദ്ധിയില്ലാത്ത കന്യകയും തമ്മിൽ തിരിക്കും. ബുദ്ധിയുള്ളവർ കതിർ, കോലാടും ചെമ്മരിയാടും ഇടത്തുള്ളവരെയും വരത്തുള്ളവരെയും കഥ അറിയാമല്ലോ. ആ നാളിൽ ഒരു വേർതിരിവുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവർ നിത്യജീവനിലേക്ക് പോകുമ്പോൾ യേശുവിൽ വിശ്വസിക്കാത്തവർ നരകത്തിലോട്ട്, തീപ്പൊയ്കയിലോട്ട് കടന്നു പോകും. സ്തോത്രം. ഇതിലൂടെയൊക്കെ ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ സൃഷ്ടിയുടെ ഒരു പുതുക്കമാണ്. തൻ്റെ സൃഷ്ടിയുടെ ഒരു പുതുക്കം, ന്യൂ ഹെവൻ, പുതുക്കം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. ഇവിടെ ന്യായം വിധിക്കുന്നത് വിശ്വസ്തനായ, കരുണയുള്ള, ദയയുള്ള, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശുക്രിസ്തുവാണ് നമ്മളെ ന്യായം വിധിക്കുന്നത്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? യേശുവിൽ വിശ്വസിച്ച്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നാം യേശുവിൽ വിശ്വസിക്കണം. യേശുവേ, നീ എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? നാം യേശുവിൻ്റെ പൈതലായി. യേശുവിന് വേണ്ടി നാം ജീവൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതും. സ്തോത്രം. അപ്പോൾ നമ്മുടെ ന്യായവിധി എന്താണ്? പ്രവർത്തിക്കൊത്ത ന്യായം വിധിച്ച ശേഷം, പ്രതിഫലം തന്ന ശേഷം നിത്യജീവനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. പിന്നെ കർത്താവിനെ അറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസ്തയോട് നാം ജീവിക്കണം. സ്തോത്രം. ലിവ് വിത്ത് ഇൻറ്റഗ്രിറ്റി. വിശ്വസ്തയോട് നാം ജീവിക്കണം. നമ്മുടെ സൽപ്പേരല്ല നമുക്ക് വേണ്ടത്, ഇല്ലേ? ഇപ്പം കുറേ പൈസ കൊടുത്താൽ എല്ലാവരും എൻ്റെ ഫോട്ടോയൊക്കെ സോഷ്യൽ മീഡിയയ്ക്കകത്തിടും, ഇല്ലേ? അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ എന്നെക്കുറിച്ചൊന്ന് ലൈക്ക് അടിച്ചേക്കണേ. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ഫുഡ് ഓർഡർ ചെയ്തേ.
ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇന്ന കടയിൽ നിന്നാണോ സ്വിഗ്ഗിയിൽ നിന്നാണോ ഓർഡർ ചെയ്ത്? ഇവിടെയുള്ള ആളല്ല കേട്ടോ, സ്വിഗ്ഗിയിൽ നിന്നാന്ന് പറഞ്ഞു. ആ ഫോൺ എന്താന്നേ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് 5 സ്റ്റാറും കിട്ടും. അദ്ദേഹം തന്നെ 5 സ്റ്റാറും കിട്ടും. ശരിയായില്ലേ? അതല്ല ദൈവം നോക്കുന്നത്, വിശ്വസ്തത. നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, ജോലിയിൽ, ടീച്ചറായിട്ട്, എല്ലാത്തിലും ദൈവമേ വിശ്വസ്തരാണോ? എൻ്റെ പണം ഉപയോഗിക്കുന്നത്, എൻ്റെ സമയം ഉപയോഗിക്കുന്നതിൽ, എൻ്റെ ബന്ധങ്ങൾ, എൻ്റെ വാക്കുകളിൽ നാം വിശ്വസ്തരാണോ? നമ്മൾ ചിന്തിക്കുക. ദൈവം നമുക്ക് തന്ന അവസരങ്ങൾ ഉപയോഗിക്കുക. കൈ തന്നില്ലേ, കാല് തന്നില്ലേ, ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുക. ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുക. എന്തെങ്കിലും ഒക്കെ ഈ ആഴ്ച നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യും. കർത്താവ് എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യണം. അത് ശനിയാഴ്ച ചിന്തിച്ചാൽ പോരാ, ഇന്ന് തന്നെ ചിന്തിക്കണം നാളെ എന്ത് ചെയ്യണം. അല്ലേ പെട്ടെന്ന് ശനിയാഴ്ച ഇനി വരും. ശരിയല്ലേ? കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുക? വിശ്വസ്തയോട് ഉപയോഗിക്കുക. അത് മാത്രമല്ല, നമ്മളും നീതിയും കരുണയൊക്കെ ഉള്ളവരായിരിക്കണം. കർത്താവ് എന്താണ്? നീതിയും കരുണയോടാണ് നമ്മളോട് ഇടപെടുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരോട് നീതിയും വേണം, കരുണയും വേണം. സ്തോത്രം. അത് മാത്രമല്ല, നമ്മുടെ വാക്കുകളെ നാം സൂക്ഷിക്കണം. വാക്കുകളെ നാം സൂക്ഷിക്കണം. സാത്താൻ നമ്മളെ തകർക്കാൻ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കണം കേട്ടോ. സാത്താൻ്റെ തന്ത്രങ്ങൾ എന്താണ് നാം മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ അവനോട് എതിർത്ത് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്തോത്രം. നമ്മളൊരിക്കലും എൻ്റെ സഹോദരിയോട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ കർത്താവിനോട് കമ്പയർ ചെയ്താൽ മതി. ഞാൻ ഇല്ല മിടിക്കുകയെന്ന് കാണിക്കാൻ ഞാൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കർത്താവ് നോക്കുമ്പോൾ മനസ്സിലാവും, അയ്യോ ഞാൻ മിടിക്കുകയല്ലല്ലോ. അന്യോന്യം കമ്പയർ ചെയ്യേണ്ട കാര്യമേ ഇല്ല. മറിച്ച് എന്താണ്? ദൈവം എനിക്ക് തന്ന അവസരം ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് മാത്രം നാം ചിന്തിക്കുക. സ്തോത്രം. നമ്മളെ മുറിപ്പെടുത്തുന്ന, നമ്മളെ വേദനപ്പെടുത്തുന്ന ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ആ സമയത്തെല്ലാം ഓർക്കുക, ഞാനല്ല ന്യായം വിധിക്കേണ്ടത്, നീതിയോട് ന്യായം വിധിക്കുന്ന ഒരു ന്യായകർത്താവ് വരുന്നുണ്ട്. ആ സമയത്ത് അവൻ്റെ കയ്യിൽ എന്താ? അവൻ്റെ കയ്യിലോട്ട് നമ്മൾ ഏൽപ്പിക്കുക. അതുമാത്രമല്ല, നമ്മളിവിടെ ജീവിക്കുമ്പം നമ്മൾ പാടിയില്ലേ, നമുക്കൊരു നിത്യതയുണ്ട് കേട്ടോ. നമുക്കൊരു നിത്യതയുണ്ട്. ആ നിത്യതയുടെ കാഴ്ചപ്പാടിൽ നാം എന്നും ജീവിക്കണം. അതുമാത്രമല്ല, അവസാനമായി, ദൈവത്തെ അറിയാത്ത ഒത്തിരി പേർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമ്മുടെ ചാർച്ചക്കാർ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കൂടെ പഠിച്ചവർ, ഒത്തിരി പേരും കർത്താവിനെ അറിയാത്ത ഒത്തിരി പേരും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നാം എന്ത് ചെയ്യുക? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ സഹോദരി, എൻ്റെ സഹോദരൻ തീപ്പൊയ്കയിൽ പോകുന്നത് എനിക്ക് പ്രയാസമാണ്, ന്യായവിധിയിൽ പോകുന്നത് എനിക്ക് പ്രയാസമാണ്. അതുകൊണ്ട് എൻ്റെ കർത്താവേ, എൻ്റെ സഹോദരനെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യയെ, എൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവേ നീ മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം. പ്രായമുള്ള നമ്മൾ, എന്നെപ്പോലെ കൊച്ചുമക്കളുള്ളവർ, അവർ ജീവിക്കുന്ന സമയത്ത് അവർക്ക് 50 വയസ്സാകുമ്പോൾ നമ്മളിവിടെ ഇല്ല. അവർക്ക് നമ്മളെ വേണ്ട 50 വയസ്സാകുമ്പോൾ, അത് വേറൊരു കാര്യം. നമ്മളിവിടെ കാണത്തില്ല. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കാണാത്ത, നമ്മൾ ജീവിക്കാത്ത എത്രയോ വർഷങ്ങൾ നമ്മുടെ മക്കളും നമ്മുടെ കൊച്ചുമക്കളും ജീവിക്കും, ഇല്ലേ? നമ്മൾ ഇന്നേ പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങളുടെ തലമുറയിൽ എല്ലാവരും നിത്യതയിൽ കാണാൻ. ദൈവം ഞങ്ങൾ വിശ്വാസത്തോട് കണ്ട് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ തലമുറയിൽ എല്ലാവരും നിത്യതയിൽ കാണപ്പെടുവാൻ എൻ്റെ ദൈവം എന്നെ സഹായിക്കണമേ. കർത്താവ് ആൽഫയും ഒമേഗയുമാണല്ലേ? കർത്താവ് ആൽഫയും ഒമേഗയുമാണ്. വഴിയിലിട്ടിട്ട് പോകത്തില്ല കേട്ടോ. ദൈവമേ പിടിച്ചോണേ എന്ന് പറയുമ്പോൾ നമ്മൾ അവൻ്റെ കൈ കയറി പിടിക്കുന്നതിന് മുമ്പേ അവൻ നമ്മുടെ കൈക്കും കയറി പിടിക്കും. നമ്മൾ അവൻ്റെ കൈ കയറി പിടിച്ചാൽ നമുക്കിഷ്ടമുള്ളപ്പോൾ ഇട്ടിട്ട് പോകാം. അവൻ നമ്മുടെ കയ്യിൽ പിടിച്ചാലോ അവൻ ഇട്ടിട്ട് പോകത്തില്ല. നമ്മൾ പോകണമെന്ന് പറഞ്ഞാലും ഇട്ടിട്ട് പോകത്തില്ല. അവൻ നമ്മുടെ കയ്യെ മുറുക്കി പിടിക്കും. സ്തോത്രം. നമുക്കൊരു നിത്യതയുണ്ട്. ആ നിത്യത ന്യായവിധിയുണ്ട്. സ്തോത്രം. ന്യായവിധിയിൽ പ്രതിഫലം പ്രാപിക്കാൻ ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ദൈവത്തിന് നന്ദി പറഞ്ഞേ. കഴിഞ്ഞ ആഴ്ചകളിൽ നിങ്ങളെ വേദനിപ്പിച്ചവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞേ. സ്തോത്രം. ദൈവത്തോട് പറ, കർത്താവേ ഞാനല്ല ന്യായകർത്താവ്, എൻ്റെ കർത്താവാണ് ന്യായകർത്താവ്. അതുകൊണ്ട് ദൈവകരങ്ങളും ഞാൻ തരുന്നു. നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് പറഞ്ഞേ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. ന്യായകർത്താവിൻ്റെ മുമ്പിൽ ഞാൻ വരുമ്പോൾ എൻ്റെ കൈകൾ വിറയ്ക്കുവാൻ, എൻ്റെ കാലുകൾ വിറയ്ക്കുവാൻ ഇടയാകാതെ വണ്ണം വിശുദ്ധമായ ജീവിതം, വിശുദ്ധിയുള്ള ജീവിതം കർത്താവേ, ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ള ജീവിതം, മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന ജീവിതം, കരുണയുള്ള ജീവിതം, ദയയുള്ള ജീവിതം, അനേകരെ കർത്താവിലേക്ക് നയിക്കുന്ന ജീവിതം കർത്താവെ എനിക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം. കുറവുള്ളവരാണ് നമ്മൾ, കുറ്റമുള്ളവരാണ്. എന്നാൽ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. കുറ്റം കൂടാതെ നമ്മളെ നിർത്താൻ അവൻ വിശ്വസ്തനാണ്. നമ്മൾ യൂദായുടെ പുസ്തകത്തിലൊരു വാക്യം ഒന്ന് വായിക്കാം. യൂദായുടെ പുസ്തകം, സ്തോത്രം, അവസാനം നമ്മളെല്ലാവരും ചേർന്നൊന്ന് വായിക്കാം. സ്തോത്രം.
യൂദായുടെ ലേഖനം 24-25. എല്ലാവരും എടുത്തോ. യൂദായുടെ ലേഖനം 24-25. ആർക്കെങ്കിലും ഭയമുണ്ട്, എങ്ങനായിരിക്കും എൻ്റെ ന്യായവിധി സമയത്ത് എങ്ങനായിരിക്കും എന്ന് ചിന്തിക്കുന്നുണ്ട്, ഈ വാക്യം നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ഭാഷയിലായാലും. യൂദായുടെ ലേഖനം 24-25. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോട് നിർത്താൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സകലത്തിനു മുൻപും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകട്ടെ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച്, എൻ്റെ പേര് ചേർത്തൊന്ന് വായിക്കാമോ? നിങ്ങളുടെ പേര് ചേർത്തൊന്ന് വായിക്കാമോ? വീഴാതെ വണ്ണം ആനിയെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോട് നിർത്താൻ ശക്തിയുള്ള ദൈവത്തിന് എന്നേക്കും മഹത്വവും മാനവും പുകഴ്ചയും സ്തുതിയും എല്ലാം സ്തോത്രം. ദൈവവരങ്ങൾ നമ്മളെ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം.